നമസ്കാരം. ആരാണ് അയ്യപ്പൻ? പരമാത്മ പരബ്രഹ്മ സ്വയംഭൂവായ വിരാട് വിശ്വകർമാവിനാൽ സൃഷ്ടിക്കപ്പെട്ട ചതുർവേദങ്ങളിൽ ഒന്നായ സാമവേദത്തിലെ ഉപവേദമായ ചാന്തോഗ്യോപനിഷത്തിലെ വാക്യമാണ് തത്വമസി. ഈ വാക്യം അയ്യപ്പസ്വാമി വേദത്തിൽ നിന്ന് കടമെടുത്തതാണ്. തത്വമസി ഈ വാക്യം ഉപദേശമാണ്. അർത്ഥം തത് അധികം ത്വം സമം അസി, അത് നീയാകുന്നു എന്നാണ് പറയുന്നത്. തത്വം എന്നാൽ ബ്രഹ്മം, ത്വം എന്നാൽ ആത്മാവ്. ഇവ രണ്ടും ഒന്നു തന്നെയാണെന്ന് അർത്ഥം. ഉദ്ധാലകാരുണി തന്റെ പുത്രനായ ശ്വേതകേതുവിനെ ഉപദേശിക്കുന്നു. നീ ശ്വേതകേതു. നീ എന്ന വാക്കിന്റെ വാക്യാർത്ഥമാണ് ഇവിടെ എടുക്കേണ്ടത്. ശ്വേതകേതു എന്നു പേരുള്ള മനുഷ്യ ശരീരത്തിൽ പരിമിതനായിരിക്കുന്നതല്ല ജീവൻ. അതായത് ജീവൻ ചൈതന്യമാണ്. അഖണ്ഡ ബോധസത്തയാണ് ബ്രഹ്മവും. സർവചരാചരങ്ങളിലും കുടികൊള്ളുന്നതും ഇതേ അനശ്വര ചൈതന്യം തന്നെയാണ്. ജീവൻ ബ്രഹ്മം തന്നെയാണ്, മറ്റൊന്നല്ല. ജീവാത്മാവ് പരമാത്മാവ് എന്നും രണ്ടില്ല, ഒരൊറ്റ ചൈതന്യമേ ഉള്ളൂ. ആയതിനാൽ തത്വമസി അത് നീയാകുന്നു എന്ന് സാരം. ആരാണ് അയ്യപ്പൻ? 5 ജ്ഞാനേന്ദ്രിയങ്ങളുടെയും 5 കർമ്മേന്ദ്രിയങ്ങളുടെയും അപ്പനാരോ അവൻ അയ്യപ്പൻ. പഞ്ചഭൂതങ്ങളുടെയും അപ്പനാരോ അവൻ അയ്യപ്പൻ. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നീ 6 ആധാര ചക്രങ്ങളെയും ഉണർത്തി ഭട്ടാസന യോഗയിൽ ചിൻ മുദ്രയന്തി ശിരസിലെ തിരിജട ചുറ്റിക്കെട്ടി ഇട പിങ്കള സുഷുമ്ന നാടിക്കെട്ടിലൂടെ ദശവായുക്കളെയും ദശപ്രാണനെയും 26,100 ശരനൂലിലൂടെ സഞ്ചരിപ്പിച്ച് സഹസ്രാര പത്മത്തിലേക്ക് എത്തിച്ച് പരബ്രഹ്മ നിലയത്തിൽ വിലയം പ്രാപിച്ച് സിദ്ധവൈദ്യത്തിലെ കൊടും പാഷാണമായ വീരമെന്ന പാഷാണത്തിൽ നിന്നും ശിവബീജമായ ബാലരസത്തെ വേർതിരിച്ച് വീരമണിയാക്കി കണ്ഠത്തിൽ ധരിച്ചവനായ സിദ്ധയോഗിയെ ആചാര്യന്മാർ വീരമണികണ്ഠൻ എന്ന് നാമകരണം നൽകി. ആ പരമാത്മാ പരബ്രഹ്മ സ്വരൂപത്തെ അറിയുവാൻ തത്വമസിയിലേക്കൊരു യാത്ര, അത് നീയാകുന്നു. നീ ആരെയാണോ തേടി വരുന്നത് അത് നിന്റെ അന്തരാത്മാവിൽ കുടികൊള്ളുന്നു. ഏകം ഏവം പരബ്രഹ്മ. ഭൗതിക ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ ആത്മജ്ഞാനമാണ് ഏറ്റവും വലിയ ജ്ഞാനമെന്ന് സ്വയം തിരിച്ചറിയാനുള്ള ഒരേ ഒരു മാർഗം. സ്വാമിയെ ശരണമയ്യപ്പ.